ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ഓൺ സ്റ്റൈൽ വിത്ത് മീ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മളൊരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം എക്സാക്റ്റ് ഞാൻ അതല്ല, പക്ഷേ ആ ഒരു മേക്കപ്പ് ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോ ഇടുകയാണെങ്കിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. സോ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഞാൻ ഫസ്റ്റ് സ്കിൻ കെയർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രൈമർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എൻ്റെ ഫേസ് നിങ്ങൾ നോക്കണ്ട, ആലീസിനെ പോലെ എന്താ പറയുക ഫ്ലാറ്റ് ഫേസ് ഒന്നും അല്ല കേട്ടോ, ഫുൾ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം നമുക്കിത് ഹൈഡ് ചെയ്തിട്ട് ആ ഒരു ലുക്കിലേക്ക് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താവും ഏതാവും എന്നൊന്നും അറിയില്ല, ജസ്റ്റ് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ. പ്രൈമറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ പ്രൈമറാണ് കേട്ടോ, ജെൽ പ്രൈമറാണ്. പക്ഷേ ഇത് അത്ര വലിയ ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു പ്രൈമർ ഞാൻ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ചൊരു കറുപ്പുണ്ടായിരുന്നു, അപ്പോൾ ജസ്റ്റ് കളർ കറക്റ്റർ വെച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റായിട്ട് ലൈറ്റായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കൺസീൽ ചെയ്യാണ് കേട്ടോ. കൺസീൽ ചെയ്യാനും വേണ്ടിയിട്ട് കളർ കറക്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഇൻസൈറ്റിൻ്റെ കളർ കറക്റ്റിംഗ് എന്താ പറയുക, മറ്റേ ആ ഒരു ചെറിയ ഇതില്ലേ, അതാണ് കേട്ടോ. അതിൽ അത്യാവശ്യം നമുക്ക് കളർ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ജസ്റ്റ് 200 ബിലോയോ അങ്ങനെ എന്തോ റേറ്റ് ഉള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഐബ്രോ ആണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഇതിന് നല്ല എന്താ പറയുക, ഐ മീൻ നല്ല ഷേപ്പിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തു. പിന്നെ ഞാൻ അതിന് മുകളിലും ജസ്റ്റ് പൗഡർ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ആ സെയിം കളർ ഐ ഷാഡോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കാരണം ആലീസിൻ്റെ ആ ഫോട്ടോയിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയാണ്, അത് ജസ്റ്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെയിനായിട്ട് ഐൻ്റെ ഐ മേക്കപ്പ് മാത്രമേ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുള്ളൂ. വേറെ ഫേസിലാണെങ്കിൽ ഇപ്പോൾ ബ്ലഷിൻ്റെ കാര്യം അങ്ങനത്തെ ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു ഫോട്ടോയിൽ നമുക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കണ്ണാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് ഷിമ്മറിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ഫോട്ടോയിലേക്ക് വരുമ്പോൾ എന്തായാലും ആ ഷിമ്മർ കാണുമൊന്നുമില്ല. അപ്പം അങ്ങനെ ജസ്റ്റ് ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഐ മേക്കപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ കണ്ണിന് മുകൾ അലീനറിന് പകരം ഒരു എന്താ പറയുക സ്മോക്കി ഐ പോലെ, എന്ന് വെച്ചാൽ വളരെ സ്മോക്കി ഒന്നല്ല, ലൈറ്റായിട്ടുള്ളൊരു സ്മോക്കി ഐസാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് കളർ ഐ ഷാഡോ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്, ലൈറ്റായിട്ടേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിന് ശേഷം അണ്ടർ ഐയിലും നമ്മളൊന്ന് ജസ്റ്റ് ഞാനവിടെ കൺസീൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ, കളർ കറക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഞാൻ കൊളോസലിൻ്റെ കാജിൽ വെച്ചിട്ട് ഒന്ന് എഴുതി കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാൻ എന്താക്കി ഈ ഒരു പാലറ്റിൽ നിന്ന് ഗ്രീൻ കളർ എടുത്ത് ജസ്റ്റ് പിമ്പിൾസിൻ്റെ മുകളിൽ ഭാഗത്ത് എന്ന് വെച്ചാൽ വളരെ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് മുകളിൽ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്ര വലിയ മേക്കപ്പ് ചെയ്താലും എൻ്റെ ഫേസ് പോലൊക്കെ ഫേസിൽ എന്ത് ഇത് മേക്കപ്പ് ചെയ്താലും അത് കാണും, അത് മനസ്സിലാവും കേട്ടോ. അപ്പം ആലീസിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലാറ്റ് ഫേസ്, മീൻസ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ലൊരു ഫേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഫിനിഷ് നമുക്ക് കാണുന്നത്. എൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലല്ലോ, കുണ്ടു കുഴിയൊക്കെ അങ്ങനെയാണ്. പിമ്പിൾസും അത്യാവശ്യം നല്ല പിമ്പിൾസും ഉണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്തത് കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന എൻ്റെ ഷെയ്ഡാണ്, ഷെയ്ഡിക്ക് മറന്നു 120 വാമോ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡാണ് കേട്ടോ. ലാക്മേൻ്റെ 925 പ്രൈമർ പ്ലസ് ഫൗണ്ടേഷനാണ്. അത് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു, അതൊക്കെ നല്ല വൃത്തിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ പോസിൻ്റെ HD പൗഡർ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അത് സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് അപ്ലൈ ചെയ്ത സെയിം ഐ ഷാഡോ എടുത്തിട്ട് കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ജസ്റ്റ് ഒന്ന് എടുത്തറിയാൻ വേണ്ടിയിട്ട് പിന്നെ ലൈറ്റായിട്ടൊന്ന് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. ഫോട്ടോസൊക്കെ വരുമ്പോൾ ബ്ലഷൊന്നും കാണൂല, അങ്ങനെ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ നോസിൻ്റെ ബ്രിഡ്ജ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്തിട്ട് 2 ലിപ്സ്റ്റിക് ആയിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത്, എന്നാൽ ആ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മിക്സ് ചെയ്തു. പിന്നെ എനിക്ക് സെയിം കളർ എന്താ പറയുക ഡ്രസ്സ് കിട്ടിയിട്ടില്ല, അപ്പോൾ കിട്ടിയൊരു ഫ്ലോറൽ പ്രിൻ്റുള്ള ഒരു കുർത്ത സെറ്റാണ്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരു ബാങ്കിൾ, പിന്നെ ജസ്റ്റ് സ്റ്റോണിൻ്റെ, കാരണം അതൊരു ജ്വല്ലറീൻ്റെ ആഡിലുള്ള ഫോട്ടോയാണ്. അപ്പോൾ സെയിം സാധനം നമുക്കൊന്നും കിട്ടൂലല്ലോ, അപ്പോൾ ജസ്റ്റ് ഉള്ള പോലെ ഒരു സ്റ്റോൺ വെച്ചിട്ടാണ് പെയർ ചെയ്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ആലീസിനെ പോലെ കഴുത്തിലൊരു മർഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കക്കപ്പുള്ളി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തോ എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ജസ്റ്റ് ആ മേക്കപ്പ് മാത്രമാണ് കേട്ടോ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഞാൻ ആലീസ് ആണെന്നോ അങ്ങനെ ഒന്നും ഞാൻ പറയുന്നു ഒന്നുമില്ല, ജസ്റ്റ് ആ ലുക്ക് മാത്രം ഒന്ന് റീക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. വീഡിയോയിൽ കാണുന്നവരെ ബൈ.